നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേട്ടത്തിന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF കിട്ടുന്നതിന് ഇഗ്നിയസ് അക്കാഡമി എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. നോട്ട്സും റിലേറ്റഡ് ഫാക്ട്സും PDF നോട്ട്സും ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോയാണ്, മൂന്നാമത്തെ ക്ലാസ്സാണ് പ്രീവിയസ് ബേസ്ഡ് ആയിട്ടുള്ള. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ആരുമായി ബന്ധപ്പെട്ടതാണ്. റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു പോയതാണ് അല്ലേ. ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 90% മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 40 ചോദ്യങ്ങളാണ് സൈക്കോളജി ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ ഏരിയാസ് കൃത്യമായിട്ട് തിരിച്ചറിയുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് വേണ്ടത് മാത്രം പഠിക്കുക. ഇപ്പോൾ സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏജ് പറയുന്ന തിയറി ഏതാണ്? അത് പിയാഷെയുടെ തിയറിയാണ്. പിയാഷെയുടെ തിയറിയുടെ പേരാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി, അല്ലെങ്കിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറയും, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, അതുപോലെ തന്നെ സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നതും ഈ തിയറി തന്നെയാണ്. അപ്പോൾ ജീൻ പിയാഷെയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി കൊണ്ടുവന്നത്. ജീൻ പിയാഷെ ശരിക്കും ഒരു ബയോളജിസ്റ്റ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജീൻ പിയാഷെ ബേസിക്കലി ഒരു ബയോളജിസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിയറിയെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. ഓക്കെ, അത് ഓർത്തു വെച്ചേക്കുക. ജീൻ പിയാഷെയുടെ സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മുടെ 4 സ്റ്റേജസ് ആണുള്ളത്. SPCF സെൻസറി മോട്ടോർ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ, നാലാമത്തത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രായം വരിച്ചു വെച്ച് ചെയ്യുക 0 മുതൽ 2 വയസ്സ് വരെയാണ്. 0 മുതൽ 2 വയസ്സ് വരെ. 2 മുതൽ 7 വയസ്സ് വരെയാണ് ഏത് നമ്മുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 മുതൽ 7 വയസ്സ് വരെയാണ്. 7 മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, 11 ശേഷം 11 ആൻഡ് അബോവ്, 11 ആൻഡ് അബോവ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഓർത്തു വെച്ചിരിക്കണം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് കുട്ടി നേടിയെടുക്കുന്നത്. ഏത് സ്റ്റേജിലാണ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച എല്ലാ പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യമാണ്. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈഗോസെൻട്രിക് ആയിട്ട് കുട്ടി ചിന്തിക്കുന്നത് എപ്പോഴാണ്? ഈഗോസെൻട്രിക് തോട്ട് പ്രീ ഓപ്പറേഷണലിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ലോജിക്കൽ റീസണിങ് അതുപോലെ തന്നെ കൺസർവേഷൻ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോബ്ലം സോൾവിങ് ഒക്കെ ഇതിനകത്ത് വരും. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജസ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക, അതിന്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. SPCF സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വയസ്സ് വരെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 11 ശേഷം വരുന്ന കാലഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡോളസെൻസ് കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ് വരുന്നത് ഏത് സ്റ്റേജിലാണ്? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇൻഫൻസി ഏത് സ്റ്റേജിലാണ്? ഇൻഫൻസി എന്ന് പറയുന്നത് അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ് എന്ന പുസ്തകം എഴുതിയത് ജീൻ പിയാഷെയാണ്. ഓർത്തു വെച്ചേക്കുക. ജീൻ പിയാഷെയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെയും കൊഗ്നിറ്റീവ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ഓർ മോറൽ ഡെവലപ്മെന്റ് തിയറി. അപ്പോൾ വാല്യൂ ഡെവലപ്മെന്റേയും മോറൽ ഡെവലപ്മെന്റേയും തിയറി കൊണ്ടുവന്ന വ്യക്തിയാണ് ജീൻ പിയാഷെ. അത് ഓർത്തു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പിയാഷെയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം.
പിയാഷയുടെ തിയറിയുടെ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി, അതുപോലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അല്ലെങ്കിൽ സ്റ്റേജ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അടുത്ത മറ്റൊരു ചോദ്യം, ഓവർകമ്മിങ് ഫിയർ റെസ്പോൺസ്. അക്യൂറിങ് ആൻഡ് ഓവർകമ്മിങ് ഫിയർ മാറ്റിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഏതാണ്? അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി കൊണ്ടുവന്നത് പാവ്ലോവ് ആണ്. പാവ്ലോവ്. അപ്പോൾ ഫിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. പാവ്ലോവ് ഒരു റിഫ്ലക്സോളജിസ്റ്റ് ആണ്. നമ്മുടെ പിയാഷയെ പോലെ തന്നെ പിയാഷയും പാവ്ലോവും ബയോളജിസ്റ്റുകളാണ്. റിഫ്ലക്സോളജിസ്റ്റ് ആണ്. റിഫ്ലക്സോളജിസ്റ്റ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കണ്ടീഷൻഡ് റിഫ്ലക്സസ്. കണ്ടീഷൻഡ് റിഫ്ലക്സസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? കണ്ടീഷൻഡ് റിഫ്ലക്സസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് പാവ്ലോവ് ആണ്. പാവ്ലോവിന്റെ കണ്ടീഷനിങ് തിയറിയുടെ പേരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഫാദർ ഓഫ് കണ്ടീഷനിങ് തിയറി, ഫാദർ ഓഫ് ലേണിംഗ് തിയറി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് കണ്ടീഷനിങ് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? പാവ്ലോവിനെയാണ്. അപ്പോൾ പാവ്ലോവിൻ്റെതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് ഓർത്തു വെച്ചിരിക്കുക, ഫിയറുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത നല്ലൊരു ചോദ്യമാണ്, റെയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്? അത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി റോബർട്ട് സ്റ്റേൺബർഗിൻ്റെതാണ്. റോബർട്ട് സ്റ്റേൺബർഗിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് റോബർട്ട് സ്റ്റേൺബർഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹമാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി കൊണ്ടുവരുന്നത്. അടുത്ത് വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ആദ്യത്തെ വീഡിയോകളിൽ കണ്ടതാണ് ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഹയറാർക്കി ഓഫ് ലേണിംഗ് റോബർട്ട് മിൽസ് ഗാഗ്നെ. അതിൽ ഏറ്റവും ബേസിക് 8 തരത്തിലുള്ള ലേണിങ്ങിനെ കുറിച്ചാണ് ഹയറാർക്കി ഓഫ് ലേണിംഗിൽ പറയുന്നത്. 8 തരത്തിലുള്ള ലേണിങ്ങിനെ ബേസിസ് ഓഫ് കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നതായിരുന്നു ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ലെവലിൽ വരുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. അതിന് മുകളിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അതിന് മുകളിൽ ചെയിനിങ് ആണ്. അതിന് മുകളിൽ എന്താണ്? കൺസെപ്റ്റ് ലേണിംഗ്. ഏറ്റവും ടോപ്പിലാണ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യമുണ്ട്, ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിങ് ആണ് വരുന്നത്. ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിങ്. ഏറ്റവും ബേസിക് ലെവലിൽ സിഗ്നൽ ലേണിംഗ്, സിഗ്നൽ. അതിന് മുകളിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അതിന് മുകളിൽ എന്താണ്? ചെയിനിങ് അല്ലെങ്കിൽ വെർബൽ അസോസിയേഷൻ. അതിന് മുകളിലാണ് കൺസെപ്റ്റ് ലേണിംഗ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്, കൺസെപ്റ്റ് ലേണിംഗ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ ബേസിക് ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഓർഡറാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്, ഹയറാർക്കി, കറക്റ്റ് ഹയറാർക്കി. അപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്നും ഏറ്റവും ബേസിക്കിൽ നിന്നും ഏറ്റവും ഹയർ എന്ന നിലയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും മുകളിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. ഏറ്റവും ടോപ്പിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലം സോൾവിങ് ആണ്. ഈ കൊടുത്തിരിക്കുന്നതിൽ അല്ലെങ്കിൽ 8 ഏറ്റവും ടോപ്പിൽ പ്രോബ്ലം സോൾവിങ് ആണ്. ഏറ്റവും ബേസ് ലെവലിൽ എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ്. അപ്പോൾ ഏറ്റവും മുകളിൽ 2 വരുന്ന 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കത് കിട്ടൂല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നോക്കണം. ഏറ്റവും ബേസിക് ലെവലിൽ ഏതാണ്? ഏറ്റവും ബേസിക് ലെവൽ നമുക്ക് ഇതിനകത്തുള്ളതിൽ ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത് SR ലേണിംഗ് ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ 3 ആദ്യം വരണം, 2 ഏറ്റവും അവസാനം വരണം. ഓപ്ഷൻ ബി ആണ് ശരി. അതായത് ഏറ്റവും ബേസിക് ലെവലിൽ ഈ തന്നിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഇതിനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ലെവലിൽ സിഗ്നൽ ലേണിംഗ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഏറ്റവും ടോപ്പിൽ പ്രോബ്ലം സോൾവിങ് ലേണിംഗ് ആണ്. പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. ഇനി സിഗ്നൽ ലേണിങ്ങിന് മുകളിലാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. അപ്പോൾ ആദ്യം വരുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആയിരിക്കും. അതിന് മുകളിൽ വരുന്നത് ഏതാണ്? അതിന് മുകളിൽ വരുന്നത് ചെയിനിങ് ആണ്. ചെയിനിങ് ആണ് രണ്ടാമത് വരുന്നത്. ചെയിനിങ്ങിന് ശേഷം വരുന്നത് എന്താണ്? ചെയിനിങ്ങിന് ശേഷം മൂന്നാമത് വരുന്നത് കൺസെപ്റ്റ് ലേണിംഗ് ആണ്. കൺസെപ്റ്റ് ലേണിംഗ് ശരിക്കും 7ാമത്തെ ഇതാണ് നമ്മുടെ ഗാഗ്നേസ് ഹയറാർക്കിയിൽ. പ്രോബ്ലം സോൾവിങ്ങിന് തൊട്ട് അടുത്ത് നിൽക്കുന്നതാണ്, തൊട്ട് താഴെ നിൽക്കുന്നതാണ് കൺസെപ്റ്റ് ലേണിംഗ്. കൺസെപ്റ്റ് ലേണിംഗിന് ശേഷമാണ് പ്രോബ്ലം സോൾവിങ് എന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ് കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലേണിങ്ങിനെ 8 ആയിട്ട് തിരിക്കുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 9 ഇവന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ റോബർട്ട് മിൽസ് ഗാഗ്നെയാണ്. കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പുസ്തകം 1965 എഴുതപ്പെട്ടത്. ആരാണ് എഴുതിയത്? റോബർട്ട് മിൽസ് ഗാഗ്നെയാണ്. ഹയറാർക്കി ഓഫ് ലേണിംഗിന്റെ ഹയറാർക്കി കോംപ്ലക്സിറ്റിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നു. ഏറ്റവും മുകളിൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗാഗ്നേസ് ഹയറാർക്കിയെ കുറിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത വീണ്ടും മറ്റൊരു ചോദ്യം,
നോക്കാം. സ്ലോ ലേണറിനെ കുറിച്ചാണ് നമുക്ക് ചോദ്യം. സ്ലോ ലേണർ നമ്മൾ പറഞ്ഞു. സ്ലോ ലേണർ എന്ന് പറയുന്നത് എക്സെപ്ഷണൽ കാറ്റഗറിയിൽ വരുന്നതാണ്. എക്സെപ്ഷണൽ ചൈൽഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്സെപ്ഷണൽ ചൈൽഡ്, സ്ലോ ലേണർ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരു പേര് വിളിക്കാം ബാക്ക്വേർഡ് ചിൽഡ്രൻ. ബാക്ക്വേർഡ് ചിൽഡ്രൻ. ഓക്കെ, ബാക്ക്വേർഡ് ചിൽഡ്രൻ. സ്ലോ ലേണറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതിന് എന്ത് മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗീവ് ദം ഓൺലി ദോസ് ടാസ്ക് വിച്ച് ദേ ആർ കാപ്പബിൾ ഓഫ് പെർഫോമിങ്. അതിനു മുമ്പ് നമ്മൾ എന്താണ് സ്ലോ ലേണിംഗ് എന്ന് പഠിക്കണം. സ്ലോ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ലോ പേസ് ഓഫ് ലേണിംഗ്. സ്ലോ പേസ് ഓഫ് ലേണിംഗ്. ലേണിംഗ് പേസ് വളരെ കുറവാണ്. വളരെ പതിയെ മാത്രം പഠിക്കുന്നവരെയാണ് നമ്മൾ സ്ലോ ലേണേഴ്സ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് എന്ന് പറയുന്നത്. അവരുടെ IQ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. IQ എന്ന് പറയുന്നത് എത്രയാണ്? 70 to 85. 70നും 85നും ഇടയ്ക്കായിരിക്കും IQ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീഡിയം, ഒരു ആവറേജ് ഇന്റലിജൻസ്. ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, എന്താണ്, ഒരു അത്യാവശ്യം ഇന്റലിജൻസ് ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ പതിയെ മാത്രമേ പഠിക്കൂ. സിമ്പിൾ ആയിട്ടുള്ള ലേണിംഗ് ടാസ്കുകൾ മാത്രമേ ഇവർക്ക് ചെയ്യാൻ കഴിയൂ എന്നതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗീവ് ദം ഓൺലി ദോസ് ടാസ്ക് വിച്ച് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിങ്. അവർക്ക് പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ, സിമ്പിൾ ടാസ്കുകൾ കൊടുക്കണം. നമ്മൾ സിമ്പിൾ ടാസ്കുകൾ കൊടുക്കണം. ഓക്കെ, സിമ്പിൾ ടാസ്ക്. അതുപോലെ തന്നെ മോർ ടൈം, കൂടുതൽ സമയം കൊടുക്കണം. കൂടുതൽ സമയവും ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് സിറ്റുവേഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം? സ്ലോ ലേണേഴ്സിന് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ചിൽഡ്രന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് ലേണിംഗ്, സോഷ്യൽ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്നൊക്കെ പറയും. സോഷ്യൽ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഒബ്സർവേഷണൽ ലേണിംഗ്, മോഡലിംഗ് ലേണിംഗ്, സോഷ്യൽ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ആരുടെ തിയറിയാണ്? ആരാണ് തിയറി കൊണ്ടുവന്നത്? അത് ആൽബർട്ട് ബന്ദൂര ആൻഡ് വാൾട്ടേഴ്സ്. ആൽബർട്ട് ബന്ദൂരയുടെയും വാൾട്ടേഴ്സിന്റെയും തിയറിയാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷനിലൂടെ, ഇമിറ്റേഷനിലൂടെയൊക്കെ കുട്ടി പഠിക്കുന്നു എന്നാണ് ആൽബർട്ട് ബന്ദൂരയുടെ എക്സ്പെരിമെന്റ് പറയുന്നത്. എക്സ്പെരിമെന്റിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽബർട്ട് ബന്ദൂരയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. ഓക്കെ, ഓർത്തു വെച്ചിരിക്കുക. ഇനി ഒബ്സർവേഷൻ ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് ലേണിംഗിന്റെ സ്റ്റെപ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാം. മോഡലിംഗ് ലേണിംഗിന്റെ സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ഒന്ന് അറ്റൻഷൻ ആണ്. അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, ഇതാണ് സ്റ്റെപ്സ് ഇൻ സോഷ്യൽ ലേണിംഗിൽ അല്ലെങ്കിൽ സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നിവയാണ്. അതുപോലെ തന്നെ 1974 APA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഇലക്ടഡ് പ്രസിഡന്റ് ആയിട്ട് വരുന്നുണ്ട്. ആര് വരുന്നു? ആൽബർട്ട് ബന്ദൂര വരുന്നു. ഇദ്ദേഹം മരിക്കുന്നത് 2021 പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. റീസെന്റ് ആയിട്ട് മരിച്ചുപോയ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആൽബർട്ട് ബന്ദൂരയുടെ പരീക്ഷണമാണ് ബോബോ ഡോൾ എക്സ്പെരിമെന്റ്, ബോബോ പാവകളിലെ പരീക്ഷണം. ഓക്കെ, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം അഡോളസെന്റ് അഗ്രഷൻ. കഴിഞ്ഞ UP സ്കൂൾ ടീച്ചറിന് ചോദിച്ചതാണ് അഡോളസെന്റ് അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഡോളസെന്റ് അഗ്രഷൻ ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ആൽബർട്ട് ബന്ദൂരയുടെ ബുക്കായിരുന്നു അഡോളസെന്റ് അഗ്രഷൻ. അപ്പോൾ സോഷ്യൽ കൊഗ്നിറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഇമിറ്റേഷൻ ലേണിംഗ്, മോഡലിംഗ് ലേണിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന തിയറി കൊണ്ടുവന്നത് ആൽബർട്ട് ബന്ദൂരയും വാൾട്ടേഴ്സും കൂടെ ചേർന്നിട്ടാണ്. അതിന്റെ സ്റ്റെപ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. അഡോളസെന്റ് അഗ്രഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എഴുതിയത് ആൽബർട്ട് ബന്ദൂരയാണ്. ഓർത്തു വെച്ചേക്കുക. അഡോളസെന്റ് അഗ്രഷൻ എന്ന പുസ്തകം എഴുതിയത് ആൽബർട്ട് ബന്ദൂര ആണ്. ഓക്കെ, അടുത്ത് മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന മെത്തേഡ് അല്ലാത്തത് ഏത്? മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. നിമോണിക് ടെക്നിക്സ് ശരിയാണ്. മെത്തേഡ് ഓഫ് ലോക്കി ശരിയാണ്. വേർഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് ശരിക്കും വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് വേർഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ശരിക്കും ഈ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ഓവർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിച്ചത് തന്നെ വീണ്ടും പഠിക്കുക. മെത്തേഡ് ഓഫ് ലോക്കി ഒരു മെമ്മറൈസേഷൻ ടെക്നിക്കാണ്. നിമോണിക്സ് ടെക്നിക്കാണ്. എന്നാൽ ടെക്നിക്ക് അല്ലാത്തത് വേർഡ് അസോസിയേഷൻ ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത്
മെമ്മറി എൻഹാൻസ്മെന്റ്. മെമ്മറിയുമായിട്ട് നേരിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഒരു കൺസെപ്റ്റാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പേഴ്സണാലിറ്റി അനാലിസിസ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് വേർഡ് അസോസിയേഷൻ. ഓർത്ത് വെച്ചിരിക്കുക. പ്രൊജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ പഠിച്ചാണ്. അൺകോൺഷ്യസിന് അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഓഫ് പേഴ്സണാലിറ്റി. പ്രൊജക്റ്റീവ് ടെക്നിക്സ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്സ്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞാൽ ജർമ്മൻ വാക്കാണ്. ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം കൺഫിഗുറേഷൻ അല്ലെങ്കിൽ എന്താണ്, ഓർഗനൈസ്ഡ് ഹോൾ. അതിന്റെ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഇപ്പോൾ ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കണം. ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ശരിക്കും ഈ പറയുന്ന ജസ്റ്റാൾട്ടിസം മുന്നോട്ട് വെച്ചത്. ജസ്റ്റാൾട്ട് എന്നത് ജർമ്മൻ വാക്കാണ്, ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജി ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പെർസെപ്ഷൻ ലോസ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന മേഖലയാണ് പെർസെപ്ഷൻ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ്. പെർസെപ്ഷൻ ലോസ് അല്ലേ, അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ഷൻ, ജസ്റ്റാൾട്ട് ലോസ് എന്നൊക്കെ പറയും. ജസ്റ്റാൾട്ട് ലോസ് ഓർ പെർസെപ്ഷൻ ലോസ്. സിമിലാരിറ്റി, പ്രോക്സിമിറ്റി, കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്ന, പ്രാഗ്നൻസ് എന്നൊക്കെ പറയുന്ന കുറേ നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് ബോണ്ടിങ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. SR കണക്ഷനെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം SR കണക്ഷൻ ബിഹേവിയറിസം ആണ്. SR കണക്ഷൻ. അപ്പോൾ ഇതല്ല നമ്മുടെ ഉത്തരം. മീനിങ് വെർബൽ ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഓഫ് ടീച്ചിങ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കൊണ്ടുവന്നത് ഡേവിഡ് ഒസുബെൽ ആണ്. അപ്പോൾ ഡേവിഡ് ഒസുബെൽ എന്ന് പറയുന്നത് ശരിക്കും എന്തിൽ വരുന്നില്ല, ഈ പറയുന്ന ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നില്ല. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത മൂന്നാമത്, ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് മെച്ചുറേഷൻ. അത് ഡെവലപ്മെന്റിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻസൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഇൻസൈറ്റ് ലേണിംഗ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കൊഹ്ലറിന്റെ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊഹ്ലർ എക്സ്പെരിമെന്റ് ഇൻ ചിമ്പാൻസി, എക്സ്പെരിമെന്റ് ഇൻ സുൽത്താൻ എന്ന പേരുള്ള ഒരു ചിമ്പില് കൊഹ്ലർ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ഇൻസൈറ്റ് ലേണിംഗ് കൊഹ്ലറിന്റെ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പില് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി. എന്നിട്ട് സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പ് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗിലൂടെയാണ് പഠിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ജസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ കൊഹ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൾബർഗ് അല്ല, കൊഹ്ലർ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ഓർ ഇൻസൈറ്റ് ലേണിംഗ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ആണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഈസ് കോൾഡ് ഇൻസൈറ്റ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയാണ്. വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്പാർക്കിനെയാണ് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്ന് പറയും. ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടി എന്നൊക്കെ പറയും. ഓക്കെ, അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നൊക്കെ പറയും. ഇൻസൈറ്റ് ലേണിംഗ് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയിലെ ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റിവിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ്, തേർഡ് സ്റ്റേജാണ് ഇല്യൂമിനേഷൻ സ്റ്റേജ്. ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻസൈറ്റ് എന്ന് പറയുന്ന ഐഡിയ കാണാൻ പറ്റും. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് കൊഹ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജസ്റ്റാൾട്ട് സൈക്കോളജിയിലെ ഒരു ഫിഗർ ആണ് കൊഹ്ലർ. എന്നാൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയിലെ ഫൗണ്ടിങ് ഫിഗർ ആണ് മാക്സ് വെർത്തൈമർ ആണ് പെർസെപ്ഷൻ ലോസ് ഒക്കെ കൊണ്ടുവരുന്നത്. പെർസെപ്ഷൻ ലോസ്. ഓക്കെ, മാക്സ് വെർത്തൈമർ, കൊഹ്ലർ, കോഫ്ക, അതുപോലെ തന്നെ കട്ട് ലെവിൻ, ഇവരെല്ലാവരും ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ തന്നെ ആണ്. ഇനി അടുത്ത് വീണ്ടും നമ്മുടെ വൈഗോട്സ്കിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഹെൽപ്പ് ഓർ അസിസ്റ്റൻസ്, ഹെൽപ്പിംഗ് ഹാൻഡിനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ടു ദ ലേണേഴ്സ് ടു അച്ചീവ് ദ പൊട്ടൻഷ്യൽ ലെവൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഹെൽപ്പ് അല്ലെങ്കിൽ എന്താണ്? അസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? നിങ്ങളുടെ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്, ആക്ച്വൽ അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റി ലെവൽ ഓർ ആക്ച്വൽ എബിലിറ്റിയിൽ നിന്ന് നിങ്ങളുടെ പൊട്ടൻഷ്യലിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോർ നോളജബിൾ അതേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അറിവുള്ള ആളുകൾ നൽകുന്ന
സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിങ്. സ്കഫോൾഡിങ്. ദ ടേം സ്കഫോൾഡിങ് വാസ് കോയിൻഡ് ബൈ, കോയിൻ ചെയ്ത ആരാണ്? സ്കഫോൾഡിങ് കോയിൻ ചെയ്തത് ബ്രൂണർ ആണ്. ബ്രൂണർ. എന്നാൽ അത് പോപ്പുലറൈസ് ചെയ്തത് വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കി. ഓക്കെ, സ്കഫോൾഡിങ് കോയിൻ ചെയ്തത് ബ്രൂണർ, പോപ്പുലറൈസ് ചെയ്തത് വൈഗോട്സ്കി. മോർ നോളജബിൾ അതേഴ്സ് നമുക്ക് തരുന്ന, അല്ലെങ്കിൽ നമ്മേക്കാൾ അറിവുള്ളവർ നമുക്ക് തരുന്ന സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിങ്. Okay, scaffolding is the support or assistance provided by more knowledgeable others. രാകേഷിന് വായനാ വൈകല്യമുണ്ട്. വായനാ വൈകല്യത്തെ എന്ത് വിളിക്കും? വായനാ വൈകല്യത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഡിസ്ലെക്സിയ എന്ന് പറയും. ഡിസ്ലെക്സിയ റീഡിങ്ങിനകത്താണ് ഡിസബിലിറ്റി. ഡിസ്കാൽക്കുലിയ, കാൽക്കുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റിയാണ്, മാത്ത് പ്രശ്നങ്ങൾ. ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്താണ്. റൈറ്റിംഗ്. ഓക്കെ, മെന്റലി ചലഞ്ചിന് ഒരു ഡിസബിലിറ്റി അല്ല. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഡിസ്നോമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിംസ് ഓർത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഡിസ്നോമിയ. ഡിസ്പ്രാക്സിയ ഉണ്ട്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈക്കോമോട്ടോർ കോർഡിനേഷൻ ഉണ്ടാകുന്ന ഡിസബിലിറ്റിയാണ്. സൈക്കോമോട്ടോർ കോർഡിനേഷൻ ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് ഡിസ്പ്രാക്സിയ. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഡിസ്പ്രാക്സിയ. പിന്നുള്ളത് എഫേഷ്യ ആണ്. എഫേഷ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്ഫേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് കോംപ്രിഹെൻഷനകത്താണ് കുട്ടിക്ക് പ്രശ്നം. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിനകത്തുള്ള പ്രശ്നമാണ്. ഡിസ്ലെക്സിയ റീഡിംഗ് ഡിസബിലിറ്റിയാണ്. ഡിസ്ഗ്രാഫിയ റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. മെന്റലി ചലഞ്ചഡ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു എക്സെപ്ഷണൽ കാറ്റഗറി ഓഫ് ലേണേഴ്സ് ആണ്. എക്സെപ്ഷണൽസ് ആണ്. ഓക്കെ, മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ളവർ. അതായത് ഐക്യു ബിലോ 70, IQ 70ക്ക് താഴെ വരുന്നവരെയാണ് നമ്മൾ മെന്റലി ചലഞ്ചഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ ഡിസബിലിറ്റി ആണ്, ഒരിക്കലും മെന്റലി ചലഞ്ചഡ്നെസ് ലേണിംഗ് ഡിസബിലിറ്റി അല്ല. അപ്പോൾ ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്നോമിയ, അതുപോലെ തന്നെ അഫേഷ്യ അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ എന്നെല്ലാം പറയുന്നത് എന്താണ്? ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. അത് കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചോദ്യങ്ങളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു കുട്ടി മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷൻസ് ഓഫ് ഹിംസെൽഫ്, സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും വികാരങ്ങൾ മനസ്സിലാക്കുന്നു. സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കിയാൽ ഇന്റർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പോൾ എന്താണ്? എംപതി ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കൺസിഡറിങ് അതേഴ്സ് ഫീലിംഗ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ കൂടെ മാനിക്കുക എന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പഠനങ്ങൾ നടത്തിയ വ്യക്തി ആരാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പീറ്റർ സലോവി ആൻഡ് ജോൺ മെയർ ആണ് ആദ്യമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠനം നടത്തിയത്. എന്നാൽ ഇത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഡാനിയൽ ഗോൾമാൻ. ഓക്കെ, ചിൽഡ്രൻസിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. ഇത് തയ്യാറാക്കിയത് കാത്തറിൻ എം ബ്രിഡ്ജസ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത്? MI തിയറിയിൽ നിന്നാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഹൊവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന്റെ ഒരു സിന്തസിസ് ആണ്. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുന്നു. ഇൻട്രാപേഴ്സണൽ ഒരു വ്യക്തി അയാളെ തന്നെ മനസ്സിലാക്കുന്നു, അല്ലേ? സ്വയം. അത് തന്നെയല്ലേ ഇൻട്രാപേഴ്സണലും ഇന്റർപേഴ്സണലും അല്ലേ ശരിക്കും ഇമോഷണൽ ഇന്റലിജൻസ്? അപ്പോൾ ഇതിനെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആരുടെ തിയറിയിലാണ് നമുക്ക് ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ആരുടെ തിയറിയിലാണ്? അത് MI തിയറിയിലാണ്. ഓക്കെ, MI തിയറി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി കൊണ്ടുവന്ന ആരാണ്? ഹൊവാർഡ് ഗാർഡനർ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക, ഹൊവാർഡ് ഗാർഡനർ. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് പീറ്റർ സലോവി, ജോൺ മെയർ. പോപ്പുലറൈസ് ചെയ്തത് ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഡാനിയൽ ഗോൾമാൻ. ബ്രിഡ്ജസ് ചാർട്ട് കുട്ടികളുടെ വൈകാരിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടാണ്.
MI തിയറിയിലാണ് നമുക്ക് ആദ്യമായിട്ട് ഇന്റർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കാണാൻ പറ്റുന്നത്. ഇന്റർപേഴ്സണൽ നിങ്ങൾ മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുന്നു, മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുന്നു, ഇന്റർപേഴ്സണൽ. ഇനി ഇൻട്രാപേഴ്സണൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ നന്നായി തിരിച്ചറിയുന്നു, നിങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇതിന്റെ രണ്ടിന്റെയും സിന്തസിസ് ആണ് ശരിക്കും പിന്നീട് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എമ്പതിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എമ്പതി ഒരു ലൈഫ് സ്കില്ല് കൂടിയാണ്. ലൈഫ് സ്കിൽ. ഓക്കെ, അടുത്തൊരു ചോദ്യം സോഷ്യലൈസേഷനെ കുറിച്ചാണ്. ഡസ് നോട്ട് അഫക്റ്റ് സോഷ്യലൈസേഷൻ ഓഫ് ചൈൽഡിന്റെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ലൈഫ് ലോങ് സോഷ്യൽ ലേണിംഗ് പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ്. അപ്പോൾ സോഷ്യലൈസേഷന്റെ ഫാക്ടർ അല്ലാത്ത എന്താണ്? ഫാമിലിയാണ് ഫസ്റ്റ് യൂണിറ്റ് അല്ലേ? ഫസ്റ്റ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പെരുമാറ്റത്തിനെ രൂപീകരിക്കുന്നതിൽ. പിയർ ഗ്രൂപ്പ് ഉണ്ട്, സ്കൂള് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ഉത്തരം. ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഫോർമൽ ഏജൻസ് ഉണ്ട്. സോഷ്യലൈസേഷന്റെ രണ്ട് തരത്തിലുള്ള ഏജൻസ് ഉണ്ട്, ഫോർമലും ഇൻഫോർമൽ. ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർമൽ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ, ഇൻഫോർമൽ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. ഫോർമൽ ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കും? റിട്ടൺ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടായിരിക്കും. റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെയാണെങ്കിൽ നോംസ് ആണ്, അതായത് എഴുതപ്പെടാത്ത നിയമങ്ങളാണ് ഉള്ളത്. ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യലൈസേഷന്റെ ആദ്യത്തെ ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയിൽ തന്നെ ആരാണെന്ന് ചോദിച്ചാൽ മദറാണ്, അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് സോഷ്യലൈസിങ് ഏജന്റ് ഫാമിലി. അതിനുശേഷം പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ആണ്. പിയേഴ്സ്, അതുപോലെ തന്നെ നെയ്ബേഴ്സ്, റിലീജിയൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങളെ ഇൻഫോർമലി നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഷേപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത് ഫോർമൽ ഏജൻസി. ഫസ്റ്റ് ഫോർമൽ ഏജൻസി സ്കൂളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ പ്രിസൺ, കോർട്ട്, പോലീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ സോഷ്യലൈസേഷന്റെ ഏജന്റ് ഏതാണ്, അല്ലാത്തത് ഏതാണ്, ഫോർമൽ ഏതാണ്, ഇൻഫോർമൽ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ ഇൻഫോർമൽ ഏജന്റ് ഫാമിലിയാണ്. ഇൻഫോർമൽ ഏജന്റിൽ മദറാണ് ഫസ്റ്റ് സോഷ്യലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർമൽ ഏജൻസിയിൽ ഏറ്റവും ആദ്യത്തേത് സ്കൂളാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അഡോളസൻസ് കാലഘട്ടത്തിൽ സോഷ്യലൈസേഷനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതാണ്? അഡോളസൻസ് പീരീഡിൽ ഏറ്റവും കൂടുതൽ സോഷ്യലൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ പിയേഴ്സ് ആണ്. അഡോളസൻസിൽ നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ് ആണ്. അതിനെയാണ് നമ്മൾ പിയർ പ്രഷർ എന്ന് പറയും. പിയർ പ്രഷർ എന്ന് പറയും. അടുത്ത ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ്. ഡെവലപ്മെന്റൽ ലേണിംഗ്. ഡെവലപ്മെന്റ് ഈസ് എ പ്രീ റിക്വസൈറ്റ് ഫോർ ലേണിംഗ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് വേണം എന്നാണ്. പഠിക്കാം, നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് വേണം എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്, പൂർണ്ണമായും ശരിയാണ്. ഡെവലപ്മെന്റ് ഈസ് എ പ്രീ റിക്വസൈറ്റ് ഫോർ ലേണിംഗ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഡെവലപ്മെന്റ് ഈസ് ആൻ ഔട്ട്കം ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് മെച്ചുറേഷന്റെയും എക്സ്പീരിയൻസിന്റെയും ഔട്ട്കം ആണ് ഡെവലപ്മെന്റ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മെച്യൂരിറ്റിയും ഡെവലപ്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ലേൺ ചെയ്യാൻ പറ്റൂ അല്ലേ? പ്രീ കണ്ടീഷൻ ആണ്. ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ ആർ ദി പ്രീ കണ്ടീഷൻസ് ഫോർ ലേണിംഗ്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? 2 കാര്യങ്ങളാണ്. ഒന്ന് ഡെവലപ്മെന്റ്, നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. മെച്ചുറേഷൻ, ബയോളജിക്കൽ മെച്യൂരിറ്റി നിങ്ങൾ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്മെന്റ് പ്രീ റിക്വസൈറ്റ് ആണ്. ലേണിംഗ് നടക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വികസനം ആവശ്യമാണ്. ശരിയാണ്, പൂർണ്ണമായിട്ട് ശരിയാണ്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആർ ഇന്റർഡിപെൻഡന്റ് ബേസ്ഡ് ഓൺ ദിസ്. ഇന്റർഡിപെൻഡന്റ് ആണ്. ലേണിംഗും ഡെവലപ്മെന്റും ഇന്റർഡിപെൻഡന്റ് ആണ്. കാരണം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് ലേൺ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം? ഡെവലപ്മെന്റ് വേണം. അപ്പോൾ ഡെവലപ്മെന്റും ലേണിങ്ങും ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാച്ചിങ് ടൈപ്പിലെ ചോദ്യമാണ്. ഇത് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈഫ് സ്കിൽസിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് 10 ലൈഫ് സ്കില്ലുകളാണ് ഉള്ളത്. 10 ലൈഫ് സ്കില്ലുകൾ കുറിച്ച് പറയുന്നത് WHO ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. എൻ്റെ ആസ്ഥാനം ജനീവയിലാണ്. ജനീവ.
അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 10 ലൈഫ് സ്കില്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈഫ് സ്കില്ല് നമുക്ക് നോക്കണം. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, അസിസ്റ്റീവ് ടെക്നോളജി, ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ ലൈഫ് സ്കിൽ. ഡിസിഷൻ മേക്കിംഗ് ആണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ലൈഫ് സ്കിൽ ആണ്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസുമായിട്ട് അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷനുമായിട്ട് മാച്ച് ചെയ്യുന്നത്, മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണ്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. ഓക്കെ, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രൊഫഷണൽ പ്രാക്ടീസിനെ കുറിച്ച് റിഫ്ലക്റ്റീവായിട്ട് മെറ്റാകോഗ്നിറ്റീവായിട്ട് ചിന്തിക്കുന്നു. തോട്ട് അബൌട്ട് യുവർ പ്രൊഫഷണൽ ആക്ഷൻ, അതിനെയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത് പോപ്പുലറൈസ് ചെയ്തത് ഡൊണാൾഡ് ഷോൺ ആണ്. ഡൊണാൾഡ് ഷോൺ കോയിൻഡ് ഓർ പോപ്പുലറൈസ്ഡ് ദ ടേം റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഇൻ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ്. വിദ്യാഭ്യാസത്തിനകത്ത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് ഡൊണാൾഡ് ഷോൺ ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. ഇനി അസിസ്റ്റീവ് ടെക്നോളജി ആരുമായി ബന്ധപ്പെട്ടതാണ്? അസിസ്റ്റീവ് ടെക്നോളജി ഫോർ അസിസ്റ്റിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അസിസ്റ്റീവ് ടെക്നോളജി. സെറ്റ് എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അസിസ്റ്റീവ് ടെക്നോളജി ഫോർ അസിസ്റ്റിംഗ് ദ ഡിഫറൻറ്റ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഓർ CWSN. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? അസിസ്റ്റീവ് ടെക്നോളജി. കൗൺസിലിംഗിലെ ഒരു ടൈപ്പാണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ്. നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് ഓർ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ്. ക്ലയന്റ് സെന്റേർഡ് എന്ന് പറയും, അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് കൗൺസിലി സെന്റേർഡ് കൗൺസിലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിക്കാം. ഇത് കൊണ്ടുവന്ന ആരാണ്? കാൾ റോജേഴ്സ് ആണ് പേഴ്സൺ സെന്റേർഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ് കൊണ്ടുവന്നത്, നോൺ ഡിറക്റ്റീവ് മോഡൽ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുക. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റാകോഗ്നീഷൻ ഉണ്ട്. ലൈഫ് സ്കിൽസിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ എംപതി എന്നൊക്കെ പറയുന്നതിനകത്ത് വരും. 10 ലൈഫ് സ്കില്ലുകളെ കുറിച്ചാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇനി അസിസ്റ്റീവ് ടെക്നോളജിയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അസിസ്റ്റിംഗ് ദ ഡിഫറൻറ്റ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. കൗൺസിലിംഗിലെ ഒരു ടൈപ്പാണ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് കൗൺസിലിംഗ്, പേഴ്സൺ സെന്റേർഡ് കൗൺസിലിംഗ്, കൗൺസിലി സെന്റേർഡ് കൗൺസിലിംഗ് എന്നൊക്കെ പറയും. കാൾ റോജേഴ്സ് ആണത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി മെറ്റാകോഗ്നീഷൻ എന്ന് പറയുമ്പോൾ തിങ്കിങ് അബൌട്ട് യുവർ ഓൺ തിങ്കിങ്, നോയിങ് അബൌട്ട് യുവർ ഓൺ നോയിങ്. ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഫ്ലേവൽ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മെറ്റാകോഗ്നിഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലേവൽ, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അസിസ്റ്റീവ് ടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോസിറ്റീവ് കരിക്കുലം. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോസിറ്റീവ് കരിക്കുലം. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ചാനലിൽ, ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ അംഗങ്ങളാകുക. ഇഗ്നിയസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇഗ്നിയസ് അക്കാഡമി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും. ഗ്രൂപ്പിനകത്ത് എല്ലാ നോട്ട്സും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നോട്ട്സും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ്? അർജുൻ ഈസ് ഇൻട്രസ്റ്റഡ് ടു ഡിസ്കസ് അക്കാഡമിക് മാറ്റേഴ്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് പെർഫോം വെൽ ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്ന അർജുനിലുള്ള ബുദ്ധിശക്തി എന്താണ്? ഒരുപാട് കൂട്ടുകാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നു, അവർക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു, ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ അവൻ എന്താണ്? നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരെ മനസ്സിലാക്കുക. ഒരു വ്യക്തി അയാളെ തന്നെ മനസ്സിലാക്കുക. വിത്തിൻ ദി ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെയുള്ള ഘടകങ്ങളെ ഒരാൾ മനസ്സിലാക്കിയാൽ അതിനെയാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതിനെ നമ്മൾ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. പേഴ്സണൽ ഇന്റലിജൻസ്. അപ്പോൾ പേഴ്സണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? 2024 UP സ്കൂൾ ടീച്ചറിന് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഇന്റലിജൻസിനകത്ത് വരുന്നതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്നിവ. ഈ ഇന്റർ ആൻഡ് ഇൻട്രാ ഇത് തന്നെ അല്ലേടി നമ്മുടെ എംപതി എന്ന് പറയുന്നത്? നിങ്ങളെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് മറ്റുള്ളവരോട് ഇടപെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഇതൊക്കെ MI തിയറിയിൽ ആര് കൊണ്ടുവന്നാണ്? ഹൊവാർഡ് ഗാർഡനർ കൊണ്ടുവന്നാണ്.
ഗാർഡനറിന്റെ 2 പുസ്തകങ്ങളുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ ഇന്റലിജൻസ് റീഫ്രെയിംഡ് ഫോർ ദി 21st സെഞ്ചുറി. 21st സെഞ്ചുറി, ഇന്റലിജൻസ് റീഫ്രെയിംഡ് ഫോർ ദി 21st സെഞ്ചുറി. ഓക്കെ, ഇന്റലിജൻസ് റീഫ്രെയിംഡ് ഫോർ ദി 21st സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകം. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൽ എത്ര ഇന്റലിജൻസിനെ കുറിച്ചാണ് ഹൊവാർഡ് ഗാർഡനർ പറയുന്നത്? എത്ര ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്? 7 ഗ്രൂപ്പ്സ് ഓഫ് ഇന്റലിജൻസ്, അല്ലെങ്കിൽ റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ്. റെയിൻബോസ് ഓഫ് ഇന്റലിജൻസ്, റെയിൻബോസ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി 2 ഇന്റലിജൻസുകൾ, നാച്ചുറലിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് വീഡിയോസിൽ. അപ്പോൾ കാണാത്തവർ പ്രീവിയസ് വീഡിയോസ് എടുത്ത് കാണുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. അടുത്തൊരു ചോദ്യം, ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. എ സ്റ്റുഡന്റ് സെലിബ്രേറ്റ്സ് ദ വിക്ടറി ഓഫ് ഹിസ് ഓർ ഹെർ ടീം മെമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക, മറ്റുള്ളവരിൽ തന്നെ കാണുക എന്ന് പറയുന്നതിന് എന്ത് പറയും? അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ താദാത്മീകരണം എന്ന് പറയുന്നത്. താദാത്മീകരണം, മറ്റുള്ളവരിൽ തന്നെ കാണുക, താദാത്മീകരണമാണ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഐഡന്റിഫിക്കേഷൻ ആണ്. എൻ്റെ ചേട്ടന് റാങ്ക് കിട്ടിയതാണ്, എനിക്ക് റാങ്ക് കിട്ടിയില്ല, പക്ഷെ ചേട്ടന് റാങ്ക് കിട്ടി, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. താദാത്മീകരണം, ഐഡന്റിഫിക്കേഷൻ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. മറ്റുള്ളവരുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റുകളൊക്കെ കണ്ടിട്ട് അതിൽ സന്തോഷിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ. ഇപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ് സിഗ്മണ്ട് ഫ്രൂയിഡ്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻസ്, ആവശ്യമില്ലാത്ത ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കുന്നതാണ് റാഷണലൈസേഷൻ. അത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഓക്കെ, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലെയിം അതേഴ്സ്, നമ്മുടെ കുറ്റത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സാറ്റിസ്ഫൈഡ് ആകുക എന്നതാണ്. ഇനി അടുത്ത് വീണ്ടും മറ്റൊരു ചോദ്യം, ഇത് പിയാഷെയുടെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ജീൻ പിയാഷെ. ഒരു കുട്ടിക്ക് ഡിഫിക്കൽട്ട് ടു അനലൈസ് ഇക്വേഷൻസ് ആൻഡ് ഫോർമുല. ഇക്വേഷൻസ് ഫോർമുല എന്നും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം എവിടെയാണ്? ഒബ്ജക്റ്റ് പെർമനൻസ്, കൺസർവേഷൻ, ലോജിക്കൽ തിങ്കിങ്, റിവേഴ്സിബിൾ തിങ്കിങ്. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോറിലാണ്. വസ്തുക്കൾ നിലനിൽക്കുന്നു എന്ന് കുട്ടി മനസ്സിലാക്കുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പോൾ അത് ഒരിക്കലും വരില്ല. കൺസർവേഷൻ, അളവുകളും തൂക്കങ്ങളെയും കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഇക്വേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ലോജിക്കൽ തിങ്കിങ് വളരെ ബേസിക് ലെവലാണ്, അപ്പോഴും ഉത്തരം അതായിട്ട് വരില്ല. അപ്പോൾ ഉത്തരം എന്താണ്? റിവേഴ്സിബിൾ തിങ്കിങ് ആണ്. റിവേഴ്സിബിൾ തിങ്കിങ്. അപ്പോൾ റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ്. രണ്ടും 4 എന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ കുട്ടി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ 4/2 ഈസ് ഈക്വൽ ടു 2 അല്ലേ? 4ൽ എത്ര 2 ഉണ്ട്? 2 ഉണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നു. ഇത് ഒരു റിവേഴ്സ് പാറ്റേണിലുള്ള ഒരു തോട്ടാണ്. 5 + 5 10 എന്ന് നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയുകയാണ് 10/5 ഈസ് ഈക്വൽ ടു 2 എന്ന് കുട്ടി പറയും. അതായത് 2 5കൾ ചെയ്യുന്നതാണ് 10 എന്ന് കുട്ടി മനസ്സിലാക്കുന്നത്. ഇതൊരു റിവേഴ്സിബിൾ പാറ്റേണിലുള്ള ചിന്തയാണ്. ഇങ്ങനെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ തിങ്കിങ്. അല്ലെങ്കിൽ 5 + 7 12 എന്ന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ 12 - 7 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആയിരിക്കും എന്ന് കുട്ടി മനസ്സിലാക്കും. ഇതിനെയാണ് റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറയുന്ന ശേഷി, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്, കൺസർവേഷൻ, ഇത് 3ഉം കുട്ടി നേടിയെടുക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, റിവേഴ്സിബിൾ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, കൺസർവേഷൻ, ഇതെല്ലാം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ കിട്ടുന്നതാണ്. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഫസ്റ്റ് സ്റ്റേജിലാണ്. ഓക്കെ, ഇൻഫൻസിയിൽ കുട്ടിക്ക് കിട്ടും. 8 മാസമാകുമ്പോൾ കുട്ടിക്ക് 8 മാസമാണ് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നെറ്റിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാസമാകുമ്പോൾ കുട്ടിക്ക് റിവേഴ്സിബിൾ തിങ്കിങ് കിട്ടും? 8 മാസമാകുമ്പോൾ കുട്ടിക്ക് റിവേഴ്സിബിൾ തിങ്കിങ് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. An educational and pedagogical environment that provides the opportunities to question and analyze. ക്വസ്റ്റ്യൻ ചെയ്യാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ, അനലൈസ് ചെയ്യാൻ, ചലഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് തിയറിയാണ്? ചലഞ്ച് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്രിട്ടിക്കൽ പെഡഗോജി. ഫാദർ ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി എന്നറിയപ്പെടുന്ന ആരെയാണ്? പൗലോ ഫ്രെയർ ആണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കൺസെൻറ്റൈസേഷൻ ആരുടെ കൺസെപ്റ്റ് ആണ്? പൗലോ ഫ്രെയറിന്റെ കൺസെപ്റ്റ് ആണ്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ
പൗലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റാണ്, പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. കൾച്ചർ ഓഫ് സൈലൻസ് ആൻഡ് കൾച്ചർ ഓഫ് ഫ്രീഡം, കൾച്ചർ ഓഫ് സൈലൻസ്, കൾച്ചർ ഓഫ് ഫ്രീഡം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി പൗലോ ഫ്രെയറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ക്രിറ്റിസിസത്തിന് പ്രാധാന്യം നൽകുന്നു, കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ് ഉണ്ട്, ഡയലോജിക്കൽ മെത്തേഡ്. തെറ്റിപ്പോരുത്, ഡയലോജിക്കൽ മെത്തേഡ്. ഡയലോജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റ് മെത്തേഡാണ്. ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്ന ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയലോജിക്കൽ മെത്തേഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പൗലോ ഫ്രെയർ. പൗലോ ഫ്രെയർ ആണ് ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ പെഡഗോജിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ, ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡലിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡയലോജിക്കൽ മെത്തേഡ് ഉപയോഗിക്കും, ഡയലോജിക്കൽ മെത്തേഡ്. എന്നാൽ ഡയലോഗ് മെത്തേഡ് കൊണ്ടുവന്ന ആരാണ്? ഡയലോഗ് മെത്തേഡ് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്, സോക്രട്ടീസ്. അപ്പോൾ തെറ്റിപ്പോരുത്, ഡയലോജിക്കൽ മെത്തേഡ് കൊണ്ടുവന്നത് പൗലോ ഫ്രെയർ ആണ്. ഡയലോഗ് മെത്തേഡ് കൊണ്ടുവന്നത്, സോക്രട്ടിക് ഡയലോഗ് ഡിബേറ്റ് കൊണ്ടുവന്നത് സോക്രട്ടീസ് ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം പേഴ്സണാലിറ്റി എന്ന ഭാഗത്ത് നിന്നാണ്. കുട്ടികളുടെ പേഴ്സണാലിറ്റി കൃത്യമായി മനസ്സിലാക്കാൻ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂൾ ഏതാണ്? ഇൻട്രസ്റ്റ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻവെന്ററികളാണ്. ഇൻവെന്ററികൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയറുകളാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയേഴ്സ് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ഇൻവെന്ററി ആണ് പേഴ്സണൽ ഡേറ്റ ഷീറ്റ്, PDS, പേഴ്സണൽ ഡേറ്റ ഷീറ്റ് കൊണ്ടുവന്നത് RS വുഡ്വർത്ത് ആണ്. RS വുഡ്വർത്ത് ഏറ്റവും ആദ്യത്തെ ഇൻവെന്ററി ആണ്, RS വുഡ്വർത്തിന്റെ പേഴ്സണൽ ഡേറ്റ ഷീറ്റ്. എന്നാൽ ഏറ്റവും നല്ല ഇൻവെന്ററി എന്ന് പറയുന്നത് MMPI ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് MMPIയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഓക്കെ, മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, MMPI, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യത്തെ ഇൻവെന്ററി കൊണ്ടുവന്ന ആരാണ്? ഏറ്റവും ആദ്യത്തെ ഇൻവെന്ററി കൊണ്ടുവന്നത് RS വുഡ്വർത്ത് ആണ്. എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെന്ററി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെന്ററി ഏതാണ്? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻവെന്ററിയാണ് MMPI, മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻവെന്ററിയാണ്. ഇൻവെന്ററി, പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൊഗ്നിറ്റീവ്. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. കൊഗ്നിറ്റീവ് സ്കിൽ ഏതാണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. കൊഗ്നിറ്റീവ് സ്കില്ല് ഒരു ഹയർ മെന്റൽ എബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഗാഗ്നേസ് ഹയറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിംഗ് ഒരു ഹയർ ഇന്റലക്ച്വൽ സ്കില്ല് തന്നെയാണ്, ഈ കോഗ്നിറ്റീവ് എബിലിറ്റി തന്നെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഇനി കോഗ്നിറ്റീവ് ഡൊമൈനിന്റെ ടാക്സോണമി തയ്യാറാക്കിയത് ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ്. നിങ്ങൾക്കറിയാം, അത് കോഗ്നിറ്റീവ് ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.